നമസ്കാരം. ദ പ്രസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദ പ്രസ് എന്നത് ഞങ്ങൾ ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുന്ന ഒരു പംക്തിയാണ്. ദിനപത്രം അനലൈസ് ചെയ്യുക എന്നതാണ് ദ പ്രസ്സിൻ്റെ ഉള്ളടക്കം. ഓരോ ദിവസത്തെയും വാർത്തകളാണ് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തകൾ, കേട്ട വാർത്തകളൊക്കെ തന്നെയാണ് പത്രത്തിൽ വരിക. പക്ഷേ പത്രത്തിൽ അത് വരുമ്പോൾ കുറച്ചുകൂടെ ഇൻഡെപ്തായി അനലൈസ് ചെയ്തുകൊണ്ടാണ് വരിക. വിശദാംശങ്ങൾ വായിക്കാൻ ഇപ്പോഴും പത്രം വായിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ചാനലുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമെല്ലാം വാർത്തകൾ അറിയുന്നുണ്ട് എങ്കിൽ കൂടി കൂടുതൽ അതിനെക്കുറിച്ച്, ആ വാർത്തയെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് അതിൻ്റെ ഒരു 360 ഡിഗ്രി ആംഗിൾ കാണണമെങ്കിൽ ഇപ്പോഴും പത്രം വായിക്കുക എന്നത് ഒരു ദിനചര്യയാക്കിയ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അവരിലേക്കാണ് ഞങ്ങൾ ഈ പങ്ക്തിയായി വരുന്നത്. 3 പത്രങ്ങളാണ് ഇന്ന് ഞങ്ങൾ അനലൈസ് ചെയ്യുന്നത്. ഒന്ന് സിറാജ്, മാതൃഭൂമി, ഗൾഫ് മാധ്യമം എന്നീ പത്രങ്ങൾ. ഈ പത്രങ്ങളിൽ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതാണ്, അത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ, ആ വാർത്തയുടെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ത് എന്നാണ് ഞങ്ങൾ മുഖ്യമായും നോക്കുന്നത്. നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. കസ്റ്റംസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ റെയ്ഡാണ് അവർ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. കസ്റ്റംസിൻ്റെ വണ്ടിപ്പൂട്ട് എന്നാണ് അവർ ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ദുൽഖർ സൽമാനും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ വീട്ടിലുമെല്ലാം കസ്റ്റംസ് വണ്ടി തിരഞ്ഞുകൊണ്ട്, അതായത് ഭൂട്ടാനിൽ നിന്ന് നാട്ടിലേക്ക് എത്തിച്ച, സ്മഗിൾ ചെയ്തുകൊണ്ട്, ആ പദം തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്ന് തോന്നുന്നു, സ്മഗിൾ ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് എത്തിച്ച വാഹനങ്ങൾ തേടി റെയ്ഡ് നടത്തിയിരുന്നു. വണ്ടിയാണ് തിരഞ്ഞത് എന്നതുകൊണ്ടാണ് കസ്റ്റംസിൻ്റെ വണ്ടിപ്പൂട്ട് എന്ന് തന്നെ മാതൃഭൂമി തലക്കെട്ട് എഴുതിയിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച അനധികൃത വണ്ടികൾക്ക് പൂട്ടിട്ടു. അതിൻ്റെ പേര് ഓപ്പറേഷൻ നുംകോർ എന്നായിരുന്നു. അത് ഒരു ലെൻസിൻ്റെ ചിത്രത്തിൽ അതിൻ്റെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളോളമായി ഞങ്ങൾ ഇതിൻ്റെ പിറകിലായിരുന്നു എന്നാണ് കസ്റ്റംസ് ഡയറക്ടർ തന്നെ, പ്രിവൻറ്റീവ് കമ്മീഷണർ ഡോക്ടർ ടി ബിജു അറിയിച്ചത്. ഈ തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തയാണ് മാതൃഭൂമി 1-ാം പേജിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. പിടിച്ചെടുത്ത ഒരു വാഹനത്തിൻ്റെ ചിത്രവും നൽകിയിട്ടുണ്ട്. കേരളത്തിലെത്തിയത് 150 മുതൽ 200 വരെയുള്ള SUV ആണ് എന്ന് ഒരു ബോക്സിൽ ഗ്രാഫിക്സോട് കൂടി തന്നെ നൽകിയിരിക്കുന്നു. വാഹനത്തിൻ്റെ ചിത്രം, ഒപ്പം തന്നെ അതിൻ്റെ ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന കാര്യവും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. താരങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ തട്ടിപ്പ് നടക്കുന്നതെന്ന വിശദാംശങ്ങളിലും ഇതിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഉൾപേജുകളിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ നുംകോറിനെ കുറിച്ച് 2 വാക്ക് പറയാം. ഓപ്പറേഷൻ നുംകോർ എന്ന് പറയുന്നത്, നുംകോർ എന്നത് ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം. അവിടെ നിന്ന് സൈന്യം ഉപയോഗിച്ച വാഹനങ്ങൾ എന്ന രീതിയിലെല്ലാം തന്നെ ചെറിയ തുകയ്ക്ക് ലേലത്തിൽ പിടിച്ചുകൊണ്ട് ആ വണ്ടി ഇന്ത്യയിലേക്ക് അതിർത്തി കടത്തിക്കൊണ്ടുവരുന്നു. അത് ഹിമാചൽ പ്രദേശിലെല്ലാം വ്യാജ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യുന്നു. അത് ആഡംബര വാഹനങ്ങളോട് ഭ്രമമുള്ളവർക്ക് അത് മറിച്ചു വിൽക്കുന്നു. 1 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഈ വാഹനം ഭൂട്ടാനിൽ നിന്ന് വാങ്ങുകയും അത് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു. 3 തരത്തിലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കുന്നത് എന്നാണ് കസ്റ്റംസ് അറിയിച്ചത്. ഒന്ന്, അവിടെ നിന്ന് വണ്ടി ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്നു, പെർമിറ്റോട് കൂടി തന്നെ വരുന്നു. തിരിച്ചു പോകുമ്പോൾ ആ വാഹനം ഇവിടെ ഇന്ത്യയിൽ ഉപേക്ഷിച്ച് പോകുന്നു. ഈ വാഹനം ഇവിടെ മറിച്ച് വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതിയ ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തുന്നു. ഒപ്പം പാർട്സുകളാക്കി കൊണ്ടുവരിക എന്ന, ഇവിടെ നിന്ന് ആഡംബര വാഹനങ്ങൾ കൊണ്ടുപോയി അവിടെ നിന്ന് പാർട്സുകളാക്കി വീണ്ടും മറിച്ച് കൊണ്ടുവരിക തുടങ്ങിയ തരത്തിലുള്ള കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള വലിയ ഒരു ലോബിയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതാണ് മാതൃഭൂമിയുടെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത എങ്കിൽ, മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ മാധ്യമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പണമില്ല കാരുണ്യവും എന്നാണ്. സർക്കാർ സൗജന്യ ചികിത്സാ പദ്ധതികളുടെ കുടിശ്ശിക 1827 കോടി കവിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് മാധ്യമം പ്രധാന വാർത്തയായി 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്, ഗൾഫ് മാധ്യമത്തിൽ നൽകിയിരിക്കുന്നത്. അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ ബുള്ളറ്റ് പോയിൻ്റായിട്ടും നൽകിയിട്ടുണ്ട്. പദ്ധതിയും കുടിശ്ശികയും തരംതിരിച്ചുകൊണ്ട് പൊതു ആശുപത്രികളിൽ എത്രത്തോളം അതിൽ കുടിശ്ശികയുണ്ട്, സ്വകാര്യ ആശുപത്രികളിൽ എത്രയുണ്ട്, സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എത്രയുണ്ട് എന്നെല്ലാം കൃത്യമായ രീതിയിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ വാർത്തയിൽ നൽകിയിരിക്കുന്നു. നടത്തിപ്പ് കടുത്ത പ്രതിസന്ധിയിലാണെന്നും സഹകരിക്കാൻ മടിച്ച് സ്വകാര്യ ആശുപത്രികൾ എന്നുമാണ് ഇതിന് നൽകിയിരിക്കുന്ന ഒരു കാർട്ടൂൺ തരത്തിൽ നൽകിയിരിക്കുന്ന ഒരു ചിത്രവും കാരിക്കേച്ചറും ഇതിനോടൊപ്പം തന്നെ ചേർത്തിരിക്കുന്നു. വാർത്ത ഇങ്ങനെയാണ്: സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന വിവിധ പദ്ധതികളിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക 1800 കോടി കടന്നു എന്നാണ് വാർത്തയുടെ ഏറ്റവും കാതലായ കാര്യം.
ഇതോടെ സാധാരണക്കാർക്ക് ആശ്വാസമായ പദ്ധതികളിൽ പലതിൻ്റെയും നടത്തിപ്പ് കടുത്ത പ്രതിസന്ധിയിലാണ്. അതായത് പ്രത്യേകിച്ച് ദേശീയ തലത്തിലുള്ള ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതുപോലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ബെനവലൻ ഫണ്ട്, ആരോഗ്യ കിരണം തുടങ്ങി ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളുടെ എല്ലാം തന്നെ നടത്തിപ്പ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ട് എന്നാണ് വാർത്തയിലുള്ളത്. കേന്ദ്ര പദ്ധതികളും മുടങ്ങിയെന്നും അതിന് അനുബന്ധമായി തന്നെ ചേർത്തിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം, സ്വകാര്യ ആശുപത്രികളും ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന വസ്തുതയും ഈ വാർത്തയിൽ ഉണ്ട്. ചികിത്സ ലഭ്യമായതിൻ്റെ തുക ലഭിക്കാത്തതിനാലാണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത്, ഇതിനോട് സഹകരിക്കാത്തത് എന്നാണ് ഗൾഫ് മാധ്യമത്തിലെ ഈ പ്രധാനപ്പെട്ട വാർത്തയിൽ പറയുന്നത്. ഒപ്പം ഒന്നാം പേജിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പടം, ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു പടം നൽകിയിട്ടുണ്ട്. മോഹൻലാൽ ഇന്നലെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങി. അതിൻ്റെ പടമാണ്, ആ ഏറ്റുവാങ്ങുന്നതിൻ്റെ പടം നൽകിയിട്ടുണ്ട്. അതിനൊരു ക്യാപ്ഷനും നൽകിയിട്ടുണ്ട്. പുരസ്കാരം ദ്രൗപദി മുർമുവിൽ നിന്ന്, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് വാങ്ങുന്നു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. സിറാജിലേക്ക് വരികയാണെങ്കിൽ, സിറാജിൽ ഇതിൽ നല്ല വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കൽ ന്യൂസാണ് നൽകിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ന്യൂസ് എന്ന് പറഞ്ഞത്, അവിടുത്തെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കും എന്നതാണ് സിറാജ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. വരുന്നു തദ്ദേശ വിധി എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിലായി ഇലക്ഷൻ നടക്കും എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത് സംവരണ വാർഡിൻ്റെ നറുക്കെടുപ്പ് എപ്പോൾ നടക്കുമെന്നും അതുപോലെ തന്നെ ഒരു തവണ കൂടി വോട്ടർ പട്ടിക പുതുക്കാനുള്ള അവസരമുണ്ട് എന്നും വാർത്തയിൽ ബുള്ളറ്റ് പോയിൻ്റായി ചേർത്തിട്ടുണ്ട്. SIRൽ ഉചിത തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കുമെന്ന വാർത്തയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ച വാർത്തയാണ് ഇത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് അടുത്ത മാസം, അതായത് ഒക്ടോബറിൽ 13 മുതൽ 21 വരെ നടക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ 13 മുതൽ 16 വരെയും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 18-നും ജില്ലാ പഞ്ചായത്തുകളിൽ 21-നും നറുക്കെടുപ്പ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് സിറാജ് നൽകിയിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളിലെ വാർഡ് സംവരണം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കാൻ ജില്ലാ കളക്ടർമാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ അത് അങ്ങനെ തന്നെയാണ്, ജില്ലാ കളക്ടർമാരാണ് വാർഡിലെ സംവരണ വാർഡുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ലോട്ട് നറുക്കെടുപ്പ് നടത്താറ്. ഏതായാലും തെരഞ്ഞെടുപ്പ് എപ്പോഴുണ്ടാകുമെന്ന ഒരു പൊളിറ്റിക്കൽ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനുവേണ്ടി സജ്ജമാകാനുള്ള സമയമാണ്. നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളെല്ലാം എടുപ്പ് പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വാർഡ് വിഭജനത്തിലേക്ക്, അതല്ലെങ്കിൽ വാർഡ് വിഭജനമല്ല, വാർഡ് ഏതെല്ലാമാണ് സംവരണ വാർഡുകൾ എന്ന ലോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഈ വാർത്തയാണ് ഇപ്പോൾ സിറാജ് നൽകിയിരിക്കുന്നത്. സിറാജിലെ മറ്റൊരു പ്രധാന വാർത്ത, ഗാസ സിറ്റി കൊലക്കളമാക്കി ഇസ്രായേലിൻ്റെ നരനായാട്ട് എന്ന വാർത്ത. നമുക്കറിയാം, ഗാസ സിറ്റിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടക്കുന്ന കരയുദ്ധം, കഴിഞ്ഞ 2 വർഷത്തോളമായി പലസ്തീനിലും അതുപോലെ തന്നെ ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധം, ഇതെല്ലാം നമ്മൾക്കറിയാം. ഇതിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് അതിൻ്റെ കൂടി ഒരു ബോക്സ് വാർത്തയിൽ കൊടുത്തിരിക്കുന്ന ട്രംപിൻ്റെ ഒരു ചോദ്യമാണ്. UN എന്തിന് ഗാസയിൽ സമാധാനം കൊണ്ടുവരുമെന്ന് ട്രംപ് ഇന്നലെ ഐക്യരാഷ്ട്രസഭയുടെ പൊതു അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ രസകരമായ വാർത്തയാണ് എന്ന് തന്നെ പറയാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ബാക്കി പത്രങ്ങളും അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ മാതൃഭൂമിയും ട്രംപിൻ്റെ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു മാറ്റമുണ്ട്. ഇന്ത്യക്കെതിരെ ട്രംപ് എന്നാണ് മാതൃഭൂമിയിലെ വാർത്ത. പേജിൻ്റെ ഏറ്റവും അവസാനമായിട്ടാണ് മാതൃഭൂമി ട്രംപിൻ്റെ വാർത്ത നൽകിയത്. ഇന്ത്യക്കെതിരെ ട്രംപ് എന്താണ്? കാരണം ഇത് രണ്ട് തരത്തിലുള്ള വാർത്തകളാണ്. ട്രംപ് ഇന്നലെ സംസാരിച്ചതിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് UN-എതിരെ സംസാരിച്ചതും, ഒന്ന് ഇന്ത്യക്കെതിരെ സംസാരിച്ചതും. ആദ്യം മാതൃഭൂമിയിലെ വാർത്ത നമുക്കെടുക്കാം. ട്രംപ് ഇന്ത്യക്കെതിരെ സംസാരിച്ചത് യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണ് എന്നായിരുന്നു ട്രംപ് ഇന്നലെ സംസാരിച്ചത്. അതായത് റഷ്യയിൽ നിന്ന് ഇരുവരും എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ എണ്ണ വാങ്ങുന്ന പൈസ യുക്രൈൻ യുദ്ധത്തിലാണ് റഷ്യ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ തീരുവ ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ട്രംപ് ആവശ്യപ്പെടുകയുണ്ടായി. മാത്രവുമല്ല, അടിയന്തരമായി എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി. ഒപ്പം ഒരു കാര്യം കൂടി ട്രംപ് പറഞ്ഞു, ഇന്ത്യ യുദ്ധം സ്പോൺസർ ചെയ്യുന്നു. അതായത് നമുക്കറിയാം, നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് മൈ
ഫ്രണ്ട് ട്രംപ് എന്നാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ് ട്രംപ് എന്നാണ്. ട്രംപും കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ വിഷ് ചെയ്തതും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരസ്പരം ഫ്രണ്ടായിരിക്കുമ്പോഴും ഇന്ത്യക്ക് ഫ്രണ്ട് നൽകുന്ന പണികൾ ചില്ലറയല്ല എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. H1B വിസയുടെ അപേക്ഷാ ഫീ കുത്തനെ കൂട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. 1700-നും 4500-നും ഇടയിലുണ്ടായിരുന്ന ഡോളറിനുണ്ടായിരുന്ന ഇത് ഒറ്റയടിക്ക് 1,00,000 ഉയർത്തിയാണ് ട്രംപ് ഇന്ത്യക്ക് പണി തന്നത്. ഒപ്പം തന്നെ തീരുവ 100% തീരുവയാക്കി, അത് പിന്നീട് 50% അങ്ങനെ തീരുവ ഉയർത്തിയും ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുന്ന ട്രംപാണ് ഇപ്പോഴും മൈ ഫ്രണ്ട് എന്ന് പരസ്പരം ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ആ മൈ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നാണ്. ഈ വാർത്തയാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. ഈ ട്രംപിൻ്റെ UN-എതിരെയുള്ള പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ രസകരമായ ചില കമൻറ്റുകൾ കൂടി നമുക്ക് പറയാതെ വയ്യ. എന്താണ് UN പ്രസക്തി എന്നാണ് ഇന്നലെ ട്രംപ് ചോദിച്ചത്. ലോകത്തെ നയിക്കേണ്ടത് അമേരിക്കയാണ്, അമേരിക്ക നയിക്കും, UN ആവശ്യമില്ല, അമേരിക്ക തീരുമാനിക്കും കാര്യങ്ങളെല്ലാം എന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. മാത്രവുമല്ല UN നിലനിൽക്കില്ല എന്ന ഒരു വാദവും ട്രംപ് മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ 7 മാസത്തിനാണ്, അതായത് ട്രംപ് അധികാരത്തിലേറിയ 7 മാസത്തിനിടെ 7 യുദ്ധങ്ങൾ ട്രംപ് അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നും ട്രംപ് ഇന്നലെ UN പൊതുസഭയിൽ സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനിങ്ങ് എടുക്കുക എന്ന ഒരു ലൈനിലുള്ള ഒരു അല്പത്തരം എന്ന് തന്നെ നമുക്ക് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. എനിക്ക് തരണം, ഞാനാണ് അതിന് അർഹനെന്ന്, നൊബേൽ പ്രൈസ് എനിക്ക് വേണമെന്ന് UN പൊതുസഭയിൽ പോയി പ്രസംഗിക്കുകയായിരുന്നു ട്രംപ്. UN അല്ല സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നിശ്ചയിക്കുന്നത് എന്ന് ഒരുപക്ഷെ ട്രംപിന് അറിയാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല. എന്തായാലും ഈ 2 പ്രധാന വാർത്തകൾക്കൊപ്പം തന്നെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ കിരീടം ചൂടി മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ദേശീയ ചലച്ചിത്ര അവാർഡിൻ്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള വാർത്തകളും നൽകിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ പടമുണ്ട്, ഒപ്പം തന്നെ ഉർവശിയുടെയും വിജയരാഘവൻ്റെയും പടമുണ്ട്. നമുക്കറിയാം ഉർവശിയും വിജയരാഘവനും ഏറ്റവും മികച്ച സഹതാരങ്ങൾക്കുള്ള 2ാമത്തെ നടിക്കും 2ാമത്തെ നടനുമുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നു. ഒപ്പം മോഹൻലാലിൻ്റെ കോട്ടും ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. സിനിമ എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് എന്ന് മോഹൻലാൽ ഇന്നലെ അവിടെ പ്രസംഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കോട്ടം നൽകിയിട്ടുണ്ട്. ഈ നിമിഷം എൻ്റേതു മാത്രമല്ല, ഇത് മുഴുവൻ മലയാള സിനിമയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഈ പുരസ്കാരം എന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനും കൃതജ്ഞതയുള്ളവനും കരുത്തനുമാക്കുന്നു. വർദ്ധിച്ച ആത്മവീര്യത്തോടെ സിനിമയ്ക്കൊപ്പമുള്ള യാത്ര തുടരും. കാരണം എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. അതാണ് മോഹൻലാൽ അവിടെ സംസാരിച്ചത്. അത് അതേപോലെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഒരു കോട്ടും നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്ടർ എന്ന തലക്കെട്ടോടുകൂടി ഏറ്റവും മൃദുലവും അങ്ങേയറ്റം പരുക്കനുമായ കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മോഹൻലാലിനെ നമ്മളെല്ലാവരും വിളിക്കാറുള്ള, ആരാധകരും അല്ല സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാവരും വിളിക്കുന്നത് കംപ്ലീറ്റ് ആക്ടർ എന്നാണ്. അത് രാഷ്ട്രപതിയും ആവർത്തിക്കുന്നു. രാഷ്ട്രപതിയും പറയുന്നു അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടർ ആണ് എന്ന് പറഞ്ഞു ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോയുണ്ട്, അതും കാണിക്കേണ്ടതുണ്ട്. ഈ ഫോട്ടോയാണ്, കൊൽക്കത്തയിൽ നിന്നുള്ള ഫോട്ടോയാണ്. കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ റോഡെല്ലാം വെള്ളത്തിൽ മുങ്ങുകയും തുടർന്ന് റോഡിൽ അകപ്പെട്ട ഒരു ടാക്സിക്കാർ തള്ളിക്കൊണ്ടു പോകുന്ന ഒരു പടമാണ് ഉള്ളത്. അവിടുത്തെ വെള്ളപ്പൊക്കത്തിൽ കനത്ത മഴയിൽ 7 പേർ അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട്. ഇതും ആ വാർത്തയുടെ അടിക്കുറിപ്പിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വെള്ളം നിറഞ്ഞ കൊൽക്കത്ത നഗരത്തിലെ റോഡിലകപ്പെട്ട ടാക്സിക്കാർ തള്ളി നീക്കുന്നവർ എന്ന തലക്കെട്ടോടുകൂടിയാണ് ചിത്രം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം കൊൽക്കത്തയിലെ ഏറ്റവും പ്രശസ്തമായ മഞ്ഞ കാർ, ആ മഞ്ഞ അംബാസഡർ കാർ തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് അന്തരിച്ച വാർത്തയും 1-ാം പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കാകദൃഷ്ടി, അതായത് നമുക്കറിയാം മാതൃഭൂമിയുടെ ഒരു പ്രതിദിന കാർട്ടൂൺ പങ്ക്തിയാണ് അതിലുള്ളത്. യോഗിയുടെ കത്ത് വായിച്ചതിന് VD സതീശൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് സജി ചെറിയാൻ ചോദിച്ചതിനുള്ള ഇതാണ്. അതിൽ വാസവൻ്റെയും സജി ചെറിയാൻ്റെയും കാർട്ടൂണുണ്ട്. അപ്പോൾ യോഗിയെ അവർ TV-യിൽ കാണുന്നതാണ്. അസൂയ നന്നല്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ എന്നാണ് അതിന് അടിയിൽ കാകദൃഷ്ടിയുടെ ഒരു കമൻ്റായി നൽകിയിരിക്കുന്ന ഗോപികൃഷ്ണൻ്റെ കാർട്ടൂണാണ്. ഒളിഞ്ഞു നോക്കുന്ന VD സതീശൻ്റെ പടവും നമുക്ക്
ഇതിൽ കാണാവുന്നതാണ്. ഇതാണ് ഒന്നാം പേജിലെ വാർത്തകൾ. ഇനി ഉൾപേജുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത CPI നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്ന വാർത്തയാണ്. നമുക്കറിയാം CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വാർത്തയാണ്. മാതൃഭൂമിയുടെ ഉൾപേജിലാണ് ഉള്ളത്. കേന്ദ്ര നേതൃത്വത്തിന് പിടിപ്പുകേട് എന്ന് പറഞ്ഞുകൊണ്ട് CPI നേതൃത്വത്തിൻ്റെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു പ്രതിനിധികളെന്നാണ്. പ്രതിനിധി സമ്മേളനത്തിലാണ് ഉണ്ടായ വിമർശനങ്ങളെക്കുറിച്ചാണ് വാർത്ത. ചിഹ്നം നഷ്ടപ്പെട്ട സാഹചര്യമെന്ന് കുറ്റപ്പെടുത്തലുണ്ടായി. അതുപോലെ തന്നെ കേരള മോഡലിന് പ്രശംസയും യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിനകത്ത് CPIക്ക് യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്ന രൂക്ഷമായ വിമർശനം ഉണ്ടായി. അതായത് ഇന്ത്യ സഖ്യത്തിൽ തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നാണ് വിമർശനം. സീറ്റ് ചർച്ചകളിൽ അനുകൂല തീരുമാനം നേടിയെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനമുണ്ട്. അതേസമയം തന്നെ ഇന്ത്യ സഖ്യം വിടില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള MP സന്തോഷ് പറഞ്ഞ കാര്യവും ഒരു ബോക്സായിട്ട് കളർ ബോക്സായിട്ട് നൽകിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച അതൃപ്തിയും വിമർശനങ്ങളും ഉണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ BJP വിരുദ്ധ മുന്നണി ഉപേക്ഷിക്കുക എന്നുള്ളത് ചിന്തിക്കാനാവില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി മാറുമോ എന്ന ചർച്ചയും മാതൃഭൂമി തുറന്നു വയ്ക്കുന്നു. ചണ്ഡീഗഡിൽ നിന്ന് CP ഹർഷനാണ് അത് സംബന്ധിച്ച് വാർത്ത എഴുതിയിരിക്കുന്നത്. രാജ മാറുമെന്നാണ് 75 വയസ്സിൻ്റെ പ്രായപരിധി വയ്ക്കുകയാണെങ്കിൽ രാജ മാറുമോ എന്നതിനാണ് കനത്ത ആശങ്ക നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പകരം ആര് ആകുമെന്ന ചോദ്യം ഉണ്ട്. ദേശീയ തലത്തിൽ പ്രായപരിധി വയ്ക്കുന്നത് തെറ്റായ പ്രവണതയാകുമെന്ന ഒരു വാദവും കഴിഞ്ഞ ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു. അത് കേരളത്തിൽ നിന്നുള്ള ലതാദേവിയാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങി വെച്ചത്. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളും പ്രായപരിധി കർശനമാക്കണമെന്ന നിലപാടിലാണ് ആണെന്നാണ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അപ്പോൾ ഇനി രാജ മാറിയാൽ ആര് എന്ന ചോദ്യവുമാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 73 വയസ്സിലെത്തിയ അവർ പദവി ഏറ്റെടുക്കണമെന്ന്, അതായത് അമർജിത് കൗറിൻ്റെ പേരാണ് ഉയർന്നു വരുന്നത്. അവർക്കിപ്പോൾ 73 വയസ്സായിരിക്കുന്നു. അവർ പകരം സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പക്ഷേ 73 വയസ്സായി എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ടൈം മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ നോക്കുകയാണെങ്കിൽ മലയാളം ഭരണഭാഷയാക്കാൻ വേണ്ടത് ഇച്ഛാശക്തി എന്ന വാർത്തയാണ്. നവംബർ ഭരണഭാഷ മലയാളമാക്കാൻ ഉദ്ദേശിച്ചുള്ള പുതിയൊരു ബില്ലിൻ്റെ കരട് തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ഇത്തവണ രാഷ്ട്രപതിക്ക് അയക്കാതെ ഗവർണറെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. അതേസമയം ഇക്കാലം വരെയുള്ള ഈ ആവശ്യത്തിന് ചരിത്രം പരിശോധിച്ചാൽ ഈ ചൂടുപ്പിലും അമിത പ്രതീക്ഷയ്ക്ക് വലിയ പ്രതീക്ഷയില്ലെന്ന് കാണാൻ സാധിക്കും എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. 1956 കേരളം എന്ന സംസ്ഥാനം വന്നതെന്ന് നമുക്ക് അറിയാം. അതിനുശേഷം കഴിഞ്ഞ 7 പതിറ്റാണ്ട് പിന്നിടുകയാണ്. മലയാള ഭാഷ അതിൻ്റെ ഭാഷാ സാഹിത്യവുമായി സമൃദ്ധി കൊണ്ട് തന്നെ ഏറെ സമ്പന്നമാണ്. ക്ലാസിക്കൽ പദവിയുള്ള ഭാഷയാണ് മലയാളം. ഇതൊക്കെയാണെങ്കിൽ കൂടി ഭരണഭാഷ ആക്കാൻ ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു ബില്ലുമായിട്ട് നമ്മൾ വരികയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേജായിട്ട് ഉൾപേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാതൃഭൂമിയിലുള്ളത്. ഒപ്പം തന്നെ പുരപ്പുറ സോളാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്ന തർക്കങ്ങളും അതുപോലെ തന്നെ ഈ KSEBയുമായി സോളാർ വെച്ച ആളുകൾ തമ്മിലുള്ള നടക്കുന്ന തർക്കങ്ങളിലെല്ലാം ഒരു അന്തിമ തീരുമാനം കമ്മീഷൻ വന്നിരിക്കുന്നു. ഫിക്സഡ് ചാർജ് ഒഴിവാക്കണമെന്ന ആവശ്യം സാധിക്കില്ല എന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പുരപ്പുറ സോളാർ ഉൽപ്പാദകർ നിലവിൽ നൽകുന്ന ഫിക്സഡ് ചാർജ് ഒഴിവാക്കണമെന്ന ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. വേണമെങ്കിൽ അവർക്ക് കണക്റ്റഡ് ലോഡിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് ചാർജ് അടയ്ക്കാം എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ കിലോവാട്ടിന് 47 രൂപയാണ് മാസം വരുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പോഴാണെങ്കിൽ ഫിക്സഡ് ചാർജ് പറഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, എത്രയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അളവനുസരിച്ചിട്ടാണ് യൂണിറ്റ് അനുസരിച്ചിട്ടാണ് ഫിക്സഡ് ചാർജ് ഈടാക്കുന്നത്. എന്നാൽ അത് മാറുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഈ സോളാർ വെച്ചവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുരപ്പുറ സോളാർ വെച്ചവർ ഞങ്ങൾ വെച്ച സാധനത്തിൽ KSEBക്ക് ചിലവില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഞങ്ങൾ KSEBക്ക് പണം തരുന്നത്, ഞങ്ങൾ വെച്ച സാധനത്തിന് എന്തിനാണ് പണം തരുന്നത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ആ വാദം തള്ളിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഉൾപേജുകളിലെല്ലാം തന്നെ മാതൃഭൂമി ആഡംബരക്കാർ പിടിച്ചെടുത്ത വാർത്തകൾ നൽകിയിട്ടുണ്ട്.
ഇതാണ് മാതൃഭൂമിയുടെ ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ. സ്പോർട്സ് പേജിലേക്ക് വരികയാണെങ്കിൽ ഫൈനൽ ഉറപ്പിക്കാൻ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെതിരെ ഇറങ്ങുന്നു എന്ന വാർത്തയുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ തോൽപ്പിച്ചതോടുകൂടി ഇന്ത്യക്ക് സൂപ്പർ 4 നിന്ന് ഫൈനലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തുറന്നിട്ടുണ്ട്. റൗണ്ട് റോബിൻ അടിസ്ഥാനത്തിലാണ് ഏഷ്യ കപ്പിലെ സൂപ്പർ 4 നടക്കുന്നത്. അതായത് ആദ്യത്തെ 2 ടീമുകൾ ഫൈനൽ കളിക്കും. അപ്പോൾ അവിടേക്ക് എത്താൻ ഇന്ന് ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരം നിർണായകമാണ്. അത് ജയിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞ ദിവസം പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോയും മാതൃഭൂമി നൽകുന്നു. ഒപ്പം അർജൻറ്റീന ഓക്കെയാണ്, മിസ്സാവില്ല മെസ്സി എന്ന പേരിൽ കഴിഞ്ഞ ദിവസം അർജൻറ്റീന ടീമിൻ്റെ പ്രതിനിധി കൊച്ചിയിൽ വന്നിരുന്നു. ഫുട്ബോൾ അസോസിയേഷൻ ഇൻ്റർനാഷണൽ മാനേജർ ഹെക്ടർ ഡാനിയൽ ബ്രൈറോയാണ് എത്തിയിരുന്നത്. ബ്രൈറ വന്നിരുന്നു. അതിൻ്റെ പടം നൽകിക്കൊണ്ട് കായിക മന്ത്രി വി അബ്ദുറഹ്മാനോടെ നടക്കുന്ന കലൂർ സ്റ്റേഡിയത്തിൽ പരിശോധിക്കുന്നതിൻ്റെ പടം നൽകിയിട്ടുണ്ട്. അങ്ങനെ സ്പോർട്സ് പേജിൽ ഉള്ള വാർത്തകൾ ഇതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ട് മാസം 2 ആയിട്ടും വൈദ്യുത വേലി പുനഃസ്ഥാപിച്ചില്ല എന്നാണ്. എങ്ങനെ ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന സാധനം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്, വളരെ വിവാദമായ സംഭവമാണ്. പക്ഷേ ഇതുവരെയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വൈദ്യുത കമ്പി പുനഃസ്ഥാപിച്ചിട്ടില്ല, അത് നന്നാക്കിയിട്ടില്ല എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നു. അതായത് ജയിലിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ആശങ്കയാണ് കാട്ടുന്നത്. നടൻ മധുവിൻ്റെ 92ാം പിറന്നാൾ സംബന്ധിച്ചും ഉള്ള വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. നമുക്ക് മാധ്യമത്തിൻ്റെ ഉൾപേജുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് മെസ്സിയുടെ ടീം അർജൻറ്റീന വരുന്നു എന്ന സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉള്ളിൽ ഏറ്റവും വിശദമായി, ഒരുപക്ഷെ മാതൃഭൂമിയേക്കാൾ വളരെ വിശദമായി തന്നെ എങ്ങനെയാണ് ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതെന്ന സാധനം കൃത്യമായി അവർ വിശദമായി തന്നെ വിവരിച്ചിരിക്കുന്നു എന്നതാണ്. എങ്ങനെ നേരത്തെ പുതുച്ചേരിയിൽ നിന്ന് രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. അതിൽ കുറേ നടന്മാർ, അന്നും സുരേഷ് ഗോപി അടക്കമുള്ള നടന്മാർ കേസിൽപ്പെട്ടിരുന്നു. ആ ഒരു സംഭവം അടക്കം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടപടി കടുപ്പിച്ചു. പുതുച്ചേരി രജിസ്ട്രേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്നുള്ള കേരളത്തിലേക്കുള്ള വാഹനങ്ങളുടെ ഒഴുക്ക് കുറഞ്ഞതിനെക്കുറിച്ചുള്ള വാർത്തകളുണ്ട്. ഡൽഹിയിൽ നിന്ന് വാഹനങ്ങൾ എത്തുന്നു, എവിടെ നിന്നെല്ലാം ഇങ്ങനെ വാഹനങ്ങൾ വരുന്നു എന്ന കാര്യം കൃത്യമായി തന്നെ വിശദമായി പറയുന്നു. ഡൽഹിയിൽ നിന്ന് അവിടെ ഡീസൽ വാഹനങ്ങൾ നിരോധിച്ചതിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്തകളും വിശദമായി തന്നെ ഉൾപേജിൽ നൽകിയിരിക്കുന്നു എന്നതാണ്. പിന്നെ ഒപ്പം അവാർഡ് ദാനം, ഇന്നലത്തെ ചലച്ചിത്ര അവാർഡ് ദാനം സംബന്ധിച്ച് 3 പടങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് ഉർവശിയുടെയും വിജയരാഘവൻ്റെയും, പിന്നെ ഒന്ന് MK രാംദാസിൻ്റെയാണ്. രാംദാസ് ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ നോൺ ഫീച്ചർ വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരമായിരുന്നു. നക്കൽ എന്ന ഒരു ചിത്രത്തിനാണ്, നോൺ ഫീച്ചർ വിഭാഗത്തിലെ ചിത്രത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത്. ആ സംഭവത്തെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. ഒപ്പം ഉൾപേജിൽ ഉള്ളത് പലസ്തീനെ അംഗീകരിച്ച് ഫ്രാൻസും എന്ന വാർത്ത, UN-നെതിരെ ആഞ്ഞടിച്ച് ട്രംപ് എന്ന വാർത്ത മാധ്യമവും ഉൾപേജിൽ വലിയ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. ഇത്രയുമാണ് മാധ്യമത്തിൻ്റെ ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി സിറാജിലേക്ക് വരികയാണെങ്കിൽ സിറാജിൻ്റെ ഉൾപേജുകളിൽ കൂടുതലും ഉള്ളത് ഷെയ്ഖ് സുൽത്താൻ ബിൻ ഖാലിദ് അൽ ഖാസിമിക്ക് വിട നൽകി ഷാർജ എന്നാണ്. ഷാർജ രാജകുടുംബാംഗമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ ഖാലിദ് അൽ ഖാസിമി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന് വിട നൽകിയ ഷാർജയുടെ ഒരു പടവും ഒപ്പം തന്നെ മരണാനന്തര ചടങ്ങുകളുടെ വിശദാംശങ്ങളും നൽകിക്കൊണ്ടുള്ള വാർത്തയാണ്. അതുപോലെ ദ്വിരാഷ്ട്ര പരിഹാരം UAE പ്രതിനിധി സംഘത്തെ അബ്ദുള്ള ബിൻ സായിദ് നയിച്ചു എന്ന് പറഞ്ഞ വാർത്തയും ഉൾപേജിൽ ഗൾഫ് മാധ്യമം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഗാസ ഐക്യദാർഢ്യ കൺവെൻഷനുടെ ബഹളമുണ്ട്. മുസ്ലിം ലീഗിലെ വിഭാഗീയതയെക്കുറിച്ച് കളമശ്ശേരിയിലുണ്ടായതാണ്. ഗാസ റാലിക്ക് മുമ്പ് ജില്ലയിലെ ലീഗുകാർ
നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഉണ്ടായ ഒരു തർക്കത്തിൻ്റെ വാർത്ത ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഗാസ ഐക്യദാർഢ്യ സദസ്സുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി ലീഗ് ഹൗസിൽ വിളിച്ചു ചേർത്ത കൺവെൻഷനിലാണ് പ്രവർത്തകരുടെ ബഹളമുണ്ടായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കളമശ്ശേരിയിൽ ലീഗിനകത്ത് വിഭാഗീയത രൂക്ഷമാണ്. ആ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുറത്തുപോയ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ലീഗ് പ്രവർത്തകർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ ഐക്യദാർഢ്യ കൺവെൻഷനുടെ ബഹളമുണ്ടായത്. സേവനത്തിലെ വീഴ്ചയുടെ പേരിൽ KSRTCക്ക് 82,555 രൂപ പിഴ ഈടാക്കിയ വാർത്ത ഗൾഫ് മാധ്യമം ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. അതായത് പത്തനംതിട്ടയിലാണ് സംഭവം. മുൻകൂർ പണം അടച്ച് റിസർവ് ചെയ്ത ടിക്കറ്റിൽ സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ KSRTCക്ക് പിഴയടച്ച് തീർക്കുകയായിരുന്നു. പിഴ 82,555 രൂപ. അതായത് നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാതാവുന്നു. അങ്ങനെ യാത്ര ചെയ്യാൻ ജൂലൈ 22 ഈ സംഭവം ഉണ്ടായത്. യാത്ര ചെയ്യേണ്ട ദിവസം ബസ്സിൻ്റെ സമയത്തെ സംബന്ധിച്ച് സന്ദേശം ഫോണിലെത്തിയെങ്കിലും രാത്രി 9 ബസ് യാത്ര റദ്ദാക്കി എന്ന മെസ്സേജ് വരികയായിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം പരാതി നൽകിയത്. ഒരു സ്കൂൾ അധ്യാപകനായ മൈസൂരിലേക്ക് യാത്ര ചെയ്യായിരുന്നു. PhD വിദ്യാർത്ഥിനിയുമായ പ്രിയയാണ് ഉണ്ടായത്. അങ്ങനെ പരാതി നൽകിയും അതിലാണ് 82,555 രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത്. എഡിറ്റോറിയലിലേക്ക് വരികയാണെങ്കിൽ സിറാജിൻ്റെ എഡിറ്റോറിയൽ H1B വിസ സംബന്ധിച്ചാണ്. ട്രംപിൻ്റെ പണി പാളുമോ എന്നാണ്. അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ IT വിദഗ്ധരും എഞ്ചിനീയേഴ്സും ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ എത്തുന്നത്. അപ്പോൾ H1B വിസയ്ക്ക് ഇത്രയധികം പൈസ ഈടാക്കിയാൽ അത് അമേരിക്കയ്ക്ക് പണി കിട്ടുമോ എന്നാണ് സിറാജിൻ്റെ എഡിറ്റോറിയൽ മുഖ്യമായും പരിശോധിക്കുന്നത്. ഇതിൽ ഒരു ഇളവ് വരുമെന്ന് പ്രതീക്ഷ അല്ലെങ്കിൽ ഇളവ് വരേണ്ടതുണ്ട് എന്ന് എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ടും ഇതിൽ പത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്തകൾ. ഒപ്പം മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങളുണ്ട്. സിറാജിൽ ഗാസയിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും എത്ര കാലം സഹിക്കണമെന്ന തലക്കെട്ടോടുകൂടി ഗാസയിലെ വാർത്തകൾ നൽകിയിരിക്കുന്നു. കൊച്ചിയിലെത്തിയ അർജൻറ്റീന ടീം മാനേജർ ഒരുക്കങ്ങളിൽ തൃപ്തി പ്രകടിപ്പിച്ചു. കളി നവംബറിൽ തന്നെ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു വാർത്തയും സിറാജിൻ്റെ ഉൾപേജിൽ ഉണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിൽ കാര്യമായി ഉള്ളത്. ഒപ്പം ആരുടെയെങ്കിലും കഴിഞ്ഞ ദിവസം സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നിരുന്നു. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മുഖ്യ ഉദ്ഘാടകൻ. അദ്ദേഹം പറഞ്ഞത് ആരുടെയെങ്കിലും താല്പര്യങ്ങൾ നിർവഹിക്കാനുള്ള ആയുധമാക്കരുത് പേന എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് സംബന്ധിച്ചുള്ള വാർത്തയും സിറാജ് നൽകുന്നുണ്ട്. ഒപ്പം ഒരു വാർത്ത കൂടി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടാണ്. വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം, ഈ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. വണ്ടർ പോർട്ട് എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് വിളിക്കാനാകും. ഇന്നലെ 2 മൈൽ സ്റ്റോണുകളാണ് വിഴിഞ്ഞം തുറമുഖം കടന്നത്. അതിൽ ഒന്ന് 500ാമത്തെ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് എത്തി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ ഒന്ന് ഡ്രാഫ്റ്റ് 17.1 മീറ്റർ ഡ്രാഫ്റ്റുള്ള, അതായത് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അടിത്തട്ട് മുതൽ ജലനിരപ്പ് വരെയുള്ള ഉയരമാണ്. 17.1 ഡ്രാഫ്റ്റുള്ള ഒരു കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയെന്നാണ്. വിഴിഞ്ഞത്ത് ഇതുവരെയും എത്തിയതിലെ ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റുള്ള ഷിപ്പ് ആണ് എത്തിയത്. ഇതിനു മുമ്പ് 17 മീറ്റർ ഉള്ള ഒരു ഷിപ്പാണ് ബെർത്ത് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 17.1 മീറ്റർ ഉയരമുള്ള ഡ്രാഫ്റ്റുള്ള ഷിപ്പ് ബെർത്ത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 MSC വെറോണയാണ് എത്തിയത്. ഇങ്ങനെ 2 മൈൽ സ്റ്റോണുകൾ ഇന്നലെ കടന്നിരിക്കുന്നു. ഈ ഒരു വാർത്ത സിറാജാണ് ഉൾപേജിൽ നൽകിയിരിക്കുന്നത്. അതാണ് ഇന്നത്തെ 3 പത്രങ്ങളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ഏതായാലും ഇത് പ്രസ്സിൽ 3 പത്രങ്ങളിലാണ് നമ്മൾ അനലൈസ് ചെയ്ത് പ്രധാനപ്പെട്ട വാർത്തകൾ, അതിൻ്റെ വിശദാംശങ്ങൾ ആണ് ഇത് പ്രസ്സിൽ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്തത്. കൂടുതൽ വാർത്തകൾ, അതായത് ഇന്ന് സംഭവിക്കുന്ന വാർത്തകൾ നാളത്തെ പത്രത്തിലുണ്ടാകും. ആ വാർത്തകളുടെ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. NTV UAE to the world.